ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അധികം അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളിൽ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് ആ സബോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്സ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു പഫ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ വാങ്ങാൻ കിട്ടും. സ്ക്വയറിൻ്റെ ഷീറ്റുകളാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ പപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ടൈപ്പിൽ കുറച്ചധികം ഷീറ്റുകളുണ്ട്. ഈ ഷീറ്റിലാണ് ഞാനിപ്പോൾ പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഹാഫ് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും മേലെ മുട്ട വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ക്വയർ ഈ ഷീറ്റിൻ്റെ 4 കോർണറിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓരോ കോർണറുകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് പപ്സൊക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഭയങ്കരമായിട്ട് തണവ് മാറാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഓവനിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഗ്യാസുമ്മേ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമുക്ക് എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് പകരം നമുക്ക് പാൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പഫ് പേസ്ട്രി വാങ്ങിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പപ്സൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്